മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിലൊന്നായ ഭാർഗവീ നിലയത്തിലെ ഭാർഗവിക്കുട്ടി അനശ്വരമാക്കിയ നിതുതാവോലു നിർമ്മല എന്ന വിജയ നിർമ്മല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി എ. വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഭാർഗവി എന്ന യക്ഷി കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ നേടി ചലച്ചിത്ര മേഖലയിൽ വിപ്ലവം തീർത്ത അഭിനേത്രി എന്നതിലുപരി മലയാള സിനിമയിലെ ആദ്യ വനിതാ സംവിധായക എന്ന നേട്ടം കൈവരിച്ചു. വ്യത്യസ്ത ഭാഷകളിലായി 47 സിനിമകൾ ഒരുക്കി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ബഹുമുഖ പ്രതിമയാണ് ഈ അഭിനേത്രി. എം. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കല്യാണരാത്രി ചിത്രത്തിന് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയതോടെ മലയാള സിനിമയുടെ ആദ്യ അഡൾട്ട്സ് ഓൺലി ചിത്രത്തിലെ നായിക എന്ന പദവിയും നായകനായ പ്രേം നസീറിന് മലയാളത്തിലെ ആദ്യ അഡൾട്ട്സ് ഓൺലി ചിത്രത്തിലെ നായകൻ എന്ന വിശേഷണവും ലഭിച്ചു. 1946 ഫെബ്രുവരി 20 തമിഴ്നാട്ടിൽ ജനിച്ച വിജയ നിർമ്മല ഫിലിം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന പിതാവ് വഴിയാണ് സിനിമയിലെത്തുന്നത്. 1957 പാണ്ഡുരംഗ മഹാത്മ്യം എന്ന തെലുങ്ക് സിനിമയിലൂടെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചു. നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി വേഷമിട്ട യക്ഷിയുടെ കഥാപാത്രം വിജയ നിർമ്മലയെ മലയാളത്തിൽ പ്രിയങ്കരിയാക്കി. മധു, പ്രേം നസീർ എന്നിവരായിരുന്നു ചിത്രത്തിലെ നായകന്മാർ. പൊന്നാപുരം കോട്ട, റോസി, കല്യാണരാത്രി, പോസ്റ്റ്മാനെ കാണാനില്ല, ഉദ്യോഗസ്ഥ, നിശാഗന്ധി, കവിത, ദുർഗ, കേളനും കളക്ടറും തുടങ്ങി മലയാളത്തിൽ 25ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയ നിർമ്മലയ്ക്ക് മികച്ച വേഷങ്ങൾ നൽകിയത് മലയാള സിനിമയാണ്. വീട്ടുപെണ്ണ് എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിക്കുകയും തുടർന്ന് പണമ ശാപമ, എൻ അണ്ണൻ, ഞാണൊലി, ഉയര മാനമ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. 1967 രണ്ടാമത്തെ ചിത്രമായ സാക്ഷിയുടെ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ട തെലുങ്ക് സിനിമാ താരം കൃഷ്ണ ഘട്ടമാനേനിയെ വിവാഹം കഴിച്ചത് വിജയ നിർമ്മലയുടെ കരിയറിൽ വഴിത്തിരിവായി. സംവിധാനം ചെയ്യുകയെന്ന തൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് കൃഷ്ണയാണ്. 1971 മീന എന്ന ചിത്രത്തിലൂടെയാണ് വിജയ നിർമ്മല സംവിധാന രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. IV ശശിയുടെ സഹായത്തോടെ 1973 വിജയ നിർമ്മലയുടെ സംവിധാനത്തിൽ കവിത എന്ന മലയാള ചിത്രം പുറത്തുവന്നു. കവിത എന്ന ടൈറ്റിൽ റോളിൽ വിജയ നിർമ്മല തന്നെയാണ് അഭിനയിച്ചതും. തിക്കുറിശി, കവിയൂർ പൊന്നമ്മ, ഉമ്മർ എന്നിവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തെലുങ്കിൽ അതേപടി റീമേക്ക് ചെയ്ത ഈ ചിത്രം 100 ദിവസം ഓടി സൂപ്പർ ഹിറ്റായി. തെലുങ്ക്, മലയാളം, തമിഴ് ഭാഷകളിലായി 200-ൽ പരം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. കനുക എന്ന ടെലിഫിലിമിലൂടെ വിജയ നിർമ്മല മിനി സ്ക്രീനിൽ പ്രവേശിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവർ വിജയ കൃഷ്ണ മൂവീസ് എന്ന സ്വന്തം ബാനറിൽ 15ഓളം ചിത്രങ്ങൾ നിർമ്മിച്ചു. 3 ലക്ഷം രൂപയുടെ ബഡ്ജറ്റുമായി അവരുടെ സംവിധാനത്തിന്റെ തുടക്കം മലയാള ചിത്രത്തിലായിരുന്നു. തെലുങ്കിൽ 40 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 2019 ജൂൺ 26 അന്തരിച്ചു. തെലുങ്കു ചലച്ചിത്ര വ്യവസായത്തിന് വിജയ നിർമ്മല നൽകിയ സേവനത്തിന് 2008 അവരെ രഘുപതി വെങ്കയ്യ അവാർഡ് നൽകി ആദരിച്ചു.